അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. 5ാം ക്ലാസ്സിൽ ഇന്ന് നടന്ന താരീഖ് പരീക്ഷയുടെ ഉത്തരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പ്രവേശിച്ചത് എവിടെയാണ്? മദീനയിലെ ഖുബായിലാണ് അല്ലേ. രണ്ടാമത്തെ ചോദ്യം, മദീനയിലെ സമ്പന്നൻ ആരാണ്? സഅദ് ബിൻ റബീഅ് റളിയല്ലാഹു അൻഹു. 3, ജൂതഗോത്രം ബനു ഖുറൈള. ബദർ യുദ്ധത്തിലെ ശുഹദാക്കൾ വളരെ സിമ്പിളാണ്, 14 സ്വഹാബികൾ. അടുത്തത്, മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ചെയ്തത് എന്താണ്? പള്ളി പണിതു. അടുത്തത്, ശരി തെറ്റും അടയാളപ്പെടുത്താനാണ്. ഒന്നാമത്തെ ചോദ്യം എന്താ? മദീനയിൽ ആദ്യ പള്ളി മസ്ജിദുൽ ഖുബാ ആണ്. ശരി തന്നെയാണ്, മസ്ജിദുൽ ഖുബാ തന്നെയാണല്ലോ അല്ലേ. അടുത്തത്, മക്കയുടെയും ജിദ്ദയുടെയും ഇടയിലുള്ള സ്ഥലമാണ് ബദർ. ശരിയാണോ? അല്ല, ജിദ്ദ അല്ല, മക്കയുടെയും മദീനയുടെയാണ് അല്ലേ. അടുത്ത്, ഓരോ മുഹാജിറിനും അൻസാറുകളിൽ നിന്ന് ഒരു സഹോദരൻ ഉണ്ടായി. ശരി തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറ വരുമ്പോൾ മദീനയിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായിരുന്നു. അത് തെറ്റ, ഭൂരിപക്ഷമല്ല, ന്യൂനപക്ഷമായിരുന്നു. അടുത്തത്, ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ 313. അത് ശരിയാണ്, 313 തന്നെ. അടുത്തത്, നിസ്കാരത്തിന് പുറമെ മസ്ജിദുൻ നബവി ഉപയോഗപ്പെടുത്തിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. കോടതി, പിന്നെ വിജ്ഞാന കേന്ദ്രം, കോടതി, കൂടിയാലോചനാ ഭവനം, സംഘങ്ങളെ സ്വീകരിക്കാനുള്ള പ്രതിനിധി സംഘങ്ങളെ സ്വീകരിക്കാനുള്ള സ്ഥലം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിരുന്നു. അടുത്ത ചോദ്യം, മുഹാജിറുകളുടെയും അൻസാറുകളുടെയും സാഹോദര്യം മദീനയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ. അതും നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയായിരുന്നു. എന്താണ്? പരോപകാരവും സ്നേഹവും വ്യാപിച്ചു. അഭയം തേടി വന്നവരുടെ ദാരിദ്ര്യവും വിവേചനവും ഇല്ലാതാക്കി. എല്ലാവർക്കും സുരക്ഷിതത്വം ഉറപ്പാക്കി. കച്ചവടത്തിലും കൃഷിയിലും സഹകരണം, എല്ലാവർക്കും സാമ്പത്തിക അഭിവൃദ്ധി നൽകി. ഇതിലേതെങ്കിലും 2 എഴുതിയാൽ ഉത്തരായി. അടുത്ത ചോദ്യം എന്താ? മദീന കരാർ കൊണ്ടുണ്ടായ പ്രധാന നേട്ടങ്ങൾ. നമ്മൾ പറഞ്ഞ പ്രധാന ചോദ്യം തന്നെ ആയിരുന്നു അത് അല്ലേ. എന്താണ്? സുരക്ഷിതത്വവും നിറഞ്ഞ ഒരു സ്ഥലമായി മാറി, ഭയപ്പെടാതെ ജീവിക്കാൻ പറ്റുന്ന പ്രദേശമായി, പിന്നെ ആളുകൾക്ക് ബഹുമാനത്തോടെ സഹകരണത്തോടെയും ജീവിച്ചു, എല്ലാവരുടെയും അവകാശങ്ങളും കടമകളും ഉറപ്പാക്കി, ഇങ്ങനെയൊക്കെ. അടുത്ത ചോദ്യം എന്താണ്? ബദർ യുദ്ധത്തിൻ്റെ ഫലം എന്താണ്? ബദർ യുദ്ധം കൊണ്ടുണ്ടായ ഫലം എന്താണ്? മുസ്ലിമീങ്ങളുടെ മനോവീര്യം ഉയർന്നു, ഖുറൈശികളുടെ ശക്തി ചോർന്നു, മുസ്ലിങ്ങൾക്ക് ഈ വിജയം ദീനി ദഅവത്തിന് കൂടുതൽ സഹായകമായി. ഇതാണ് ഫലം. അടുത്ത ചോദ്യം, ബദർ യുദ്ധം നടന്നത് എന്നായിരുന്നു? ഹിജ്റ 2-ാം വർഷം റമദാൻ 17 അല്ലേ. അടുത്ത ചോദ്യം എന്താ? മദീനയിൽ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ തർക്കങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവിധ വിഭാഗങ്ങളുടെ നേതാക്കളോടൊപ്പം ഇരുന്ന് ഒരു കരാർ ഉണ്ടാക്കി. അത് പിന്നീട് മദീന കരാർ എന്നറിയപ്പെട്ടു. അപ്പോൾ ഈ തർക്കം ഇല്ലാതിരിക്കാൻ ഒരു കരാർ ഉണ്ടാക്കി. അതാണ് അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു മദീനയിലെ വലിയ സമ്പന്നനായി തീരുന്നത് എങ്ങനെ? അതെങ്ങനെയാണ്? അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങൾ എനിക്ക് മദീനയിലെ മാർക്കറ്റ് കാണിച്ചു തന്നാൽ മതി. ഇത് ആരോട് പറഞ്ഞതാ? ഇത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പിന്നെ സഅദ് ബിൻ റബീഅ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. പക്ഷേ ഇതൊന്നല്ല അതിൻ്റെ ഉത്തരം. അതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതണ്ട്? എങ്ങനെ? അദ്ദേഹം സ്വന്തമായി കച്ചവടം ചെയ്ത് മദീനയിലെ സമ്പന്നനായി. അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരം. മനസ്സിലായോ? അടുത്ത ചോദ്യം എന്താണ്? അല്ലാഹുമ്മ ലാ ഐഷ ഇല്ലാ ഐഷുൽ ആഖിറ ഫഗ്ഫിറിൽ അൻസാരി വൽ മുഹാജിറ. അതിൻ്റെ അർത്ഥം ഇതാണ്: അള്ളാഹുവെ, പരലോക ജീവിതമല്ലാതെ മറ്റൊരു ജീവിതമില്ല, അൻസാറുകൾക്കും മുഹാജിറുകൾക്കും പുറത്തു കൊടുക്കണമേ. അതാണ് അതിൻ്റെ അർത്ഥം. അടുത്ത് വ്യക്തമാക്കാം. അൽ മുഹാജിർ, ആരാണ് മുഹാജിർ? അത് പ്രത്യേകം നമ്മൾ ടെക്സ്റ്റിൽ പ്രത്യേകം അടയാളപ്പെടുത്തി പറയുന്നുണ്ട്. ആരാണ് മുഹാജിർ, ആരാണ് അൻസാർ? മക്കയിൽ നിന്ന് ഹിജറ വന്ന സ്വഹാബികൾ, അതാണ് അവിടെ എഴുതേണ്ടത്.
അൻസാർ എന്ന് പറഞ്ഞാൽ മുഹാജിറുകളെ സ്വീകരിച്ച മദീനയിലെ സ്വഹാബികൾ. അടുത്തത് അള്ളാഹുവെ ഈ ചെറിയ, ഇത് നമ്മൾ പഠിക്കാൻ പറഞ്ഞതായിരുന്നു. പിന്നെ അപ്പോൾ അത് പൂരിപ്പിക്കാനാണ് ഇവിടെ വന്നത്, വേറൊരു പരീക്ഷയ്ക്ക് അങ്ങനെയല്ല വന്നത്. അള്ളാഹുവെ ഈ ചെറിയ അവിടെ ഉണ്ട്. അടുത്ത് സംഘത്തെ അവിടെ അല്ല, സംഘത്തെ നീ നശിപ്പിച്ചാൽ നിനക്കു ഇബാദത്ത് ചെയ്യാൻ ഇവിടെ ഉണ്ട്, ഇബാദത്ത് മാത്രമേ എഴുതിയാൽ മതി. ഇബാദത്ത് ചെയ്യാൻ ഭൂമിയിൽ ഒരാളും ഉണ്ടാവില്ല. ഉണ്ടോ? പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ചോദ്യമാണ്, ഈ പാട്ട് വന്നു അല്ലേ. നമ്മൾ ഈ പാട്ട് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇനിയുള്ള നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ്, പുതിയ പുസ്തകമാണോ ആദ്യമായിട്ടാണ്, അപ്പോൾ നമുക്ക് ഏതൊക്കെ ചോദ്യങ്ങൾ വരും എന്നുള്ളൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഇനി നമ്മൾ പ്രതീക്ഷിക്കണം ഈ പാട്ട് വരാൻ സാധ്യത ഉണ്ട്. തോല അൽ ബദറു അലൈന അതവിടെ ഉണ്ട്. പിന്നെ മിൻസനിയാത്തിൽ വദാഇ അത് മാത്രം എഴുതിയാൽ മതി. പിന്നെ വജബ ശുക്രു അലൈന പോയി. മാദാ ലില്ലാഹി ദാഇ അതാ പോയത്. അപ്പോൾ ഇതാണ്. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ എന്ന് എല്ലാവരും അറിയിക്കും.